ഒന്ന് അദ്ദേഹം പറഞ്ഞത് സജി ചെറിയാനെ രണ്ടാമത് മന്ത്രിയാക്കുമ്പോൾ അവിടെ പോയി കൈയടിക്കാൻ പോയ കോറസ് ഗ്രൂപ്പല്ലേ UDF എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് അന്നത്തെ വാർത്താ മാധ്യമങ്ങളുടെ അന്നത്തെ പത്രം വായിക്കാത്തതുകൊണ്ട് ജന്മഭൂമിയെങ്കിലും വായിച്ചാൽ മതിയായിരുന്നു, അതിൻ്റെ അകത്ത് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷം സജി ചെറിയാന്റെ രണ്ടാം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അന്ന് PCC അധ്യക്ഷൻ ശ്രീ K സുധാകരനും കൃത്യമായി ഇത് അനുവദനീയമല്ല എന്നും പ്രതിപക്ഷം പ്രക്ഷോഭങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞു. അന്ന് അവിടെ രാജ്ഭവന്റെ പരിസരത്ത് ചായ കുടിക്കാൻ പോയത് BJP നേതാക്കളാണ്. സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പോയത്. അതിന്റെ വിഷ്വൽസ് മറ്റു മാധ്യമങ്ങളിലുമുണ്ട്, എനിക്ക് തോന്നുന്നു ദൂരദർശനിലും കാണും. അങ്ങനെ എടുത്തു നോക്കിയാൽ മതി. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം, ഞങ്ങൾ സമരങ്ങൾ നടത്തുന്നുണ്ട് നിശാന്ത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും നിലപാടെന്താ? ബാക്കി എല്ലാ കേസിലും സ്വമേധയാ കേസെടുത്ത് സർക്കാരുകൾക്ക് മേൽ പറന്നിറങ്ങുന്ന നിങ്ങളുടെ CBI എന്തുകൊണ്ടാണ് ഈ കേസിൽ സ്വമേധയാ കേസെടുക്കാത്തത്? പ്രത്യക്ഷത്തിൽ പ്രശ്നമുണ്ട്, നിയമപ്രശ്നമുണ്ട് എന്ന് കാണുന്നില്ലേ നമ്മൾ? ശ്രീ വസന്തിലേക്ക് വരാം എന്നാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട്, ലക്ഷ്മി, ഒരു കാര്യം കൂടി. നമ്മൾ ശ്രീ സജീവൻ സാറും പറഞ്ഞതുപോലെ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഭരണഘടനയെ വിമർശിക്കുകയോ ഭരണഘടന കത്തിക്കുകയോ ഭരണഘടനയ്ക്കെതിരെ അവഹേളനം ചൊരിയോ ചെയ്തതിന്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റിനും അതൊരു പ്രശ്നമായി തോന്നുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയനും അതൊരു പ്രശ്നമായി തോന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സജി ചെറിയാനോട് മാറി നിൽക്കാൻ പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അത് മനപ്പായസം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും. പക്ഷെ വരും ദിവസങ്ങളിൽ ലക്ഷ്മി ചോദിച്ചതുപോലെ നിയമപരമായി, രാഷ്ട്രീയപരമായി, സംഘടനാപരമായി, സമരപരമായി തെരുവിൽ UDF ഉണ്ടാവും, UDF കോൺഗ്രസ് ഉണ്ടാവും, പ്രതിപക്ഷ സംഘടനകൾ ഒട്ടാകെ ഉണ്ടാവും. അത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്, അത് കൃത്യമായി ഞങ്ങൾ നിർവഹിക്കുകയും ചെയ്യും.